ശരിയാക്കാൻ വേണ്ടി പോവേന്ന്. അപ്പൊ ഇങ്ങനെ ഇത് ഓരോന്ന് കാണിക്കുമ്പോ ഇങ്ങനെ അടുത്തോട്ട് വരണം കേട്ടാ. മോള് പഠിക്കാൻ പോവാ, അമ്മ തുടക്കാൻ പോവാ. ഇത്രയും നേരം ഞാൻ എടുത്ത വീഡിയോ എന്താവുന്നൊന്നും എനിക്ക് ഗൈസ് സമയം രാത്രി 9 മണി. ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ വേണ്ടി പോയിന്. ആത്മാർത്ഥ എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ? രാത്രി 9 മണിക്കും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ, ഒരു പണിയെടുക്കുന്നതിന് ടൈമൊന്നുമില്ല അല്ലേ? ടൈമില്ല, പിന്നെ നേരവും കാലം ഒന്നുമില്ല, കൂലിയും ഇല്ല. കൂലി ഓ എന്റെ ദൈവമേ, എന്തോ ആവട്ടെ, വിശ്രമവും ഇല്ല. അപ്പൊ അതിന് മുമ്പായിട്ടേ ഞാനൊരു കാര്യം പറയാം. ഇത് ഇപ്പൊ ഇന്ന് രാത്രി 9 മണിയാണെങ്കിലും ഇത് ഇന്നത്തെ വ്ളോഗല്ല, അതെ. എനിക്ക് പറഞ്ഞതുപോലെ ഇത് ഇന്നത്തെ വ്ളോഗല്ല, നാളത്തെ വ്ളോഗാ. അപ്പൊ എന്താ ഇന്ന് രാത്രി അടുക്കളയിലെ കാര്യം എന്നല്ലേ ഗൈസ്? എനിക്ക് ഞങ്ങൾ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ വേണ്ടി പോയത്. മറ്റേ നാസയുടെയും നമ്മുടെ ഇന്ത്യന്റെ ഇതിന്റെ ഒക്കെ പരീക്ഷണം പോലെ ഞങ്ങളൊരു പരീക്ഷണ വസ്തു. ഞാൻ അങ്ങനെ പരീക്ഷണമൊന്നല്ല, ഞാൻ ഇതെല്ലാം കൃത്യമായി പഠിച്ചിട്ടേ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാണ്. ഇപ്പോഴും ഞാൻ ഷാൻ ചേട്ടന്റെ വീഡിയോ നോക്കി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് വ്ളോഗില് അധികവും കാണാറ് ഷാൻജിയോ ഇല്ലേ, ചേട്ടന്റെ വീഡിയോ ആണ്. നമ്മളൊന്ന് പഠിച്ചെന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ ആരെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കും റോഡിൽ ഓടിക്കാനായിട്ട്. അപ്പൊ അതുപോലെയാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വന്നേക്കാണ് ഞങ്ങൾ. കൊറേ വർഷമായി ചെയ്യാൻ നമുക്ക് കാണാം. അപ്പൊ നിങ്ങളുടെ പരീക്ഷണങ്ങളും അതിനുള്ള ഫലങ്ങളൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ കാണാൻ വേണ്ടി പോകുന്നത്. എന്തോ ആവട്ടെ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. എന്നിട്ട് എന്താ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നേ? ഇപ്പൊ നാളെ വെള്ളയപ്പാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കള്ളൊഴിച്ച വെള്ളയപ്പം. അപ്പൊ ഇതെങ്ങനെ അരച്ചു വെക്കുന്നതെന്നും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കുറച്ച് ചോറിടണം. പച്ചരിയിലേക്ക് കുറച്ച് ചോറിടുക. ചോറിന്റെ പരിപാടി ഇപ്പൊ നമുക്ക് ഇന്ന് ചോറൊന്നും ഇല്ലെന്നാ എനിക്ക് പറഞ്ഞ കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇന്ന് തിന്നേണ്ട ചോറാണ് നിക്ക് എടുത്തിട്ട് ഇത് പരീക്ഷിക്കുന്നത്. കണ്ടില്ലേ, ഇന്നിപ്പോ ഞങ്ങൾ പട്ടിണിയാണ്. അമ്മ പട്ടിണിയല്ലേ? ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ഒരാൾ പുതിയ സ്കേറ്റിംഗ് ബോർഡ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചെന്തിരു ദുഖുഷി എന്താണ് എന്തോ എടുത്ത് തിന്നുന്നുണ്ടല്ലോ മിണ്ടാണ്ട് കൊച്ചു കള്ളി തുറന്നു വെച്ചി അല്ലേ? ഇത് ഇവർക്ക് രണ്ടാക്കൂടി വാങ്ങിയാട്ടോ. ഇതേ പോണു സ്കേറ്റിംഗ് ബോർഡ് കേട്ടോ. ദുഃഖം ഓടിക്കുന്നില്ല പക്ഷെ കണ്ട എന്തിനും അങ്ങോട്ട് എത്തി. അടിപൊളി സെറ്റ്. ഓടിച്ച് പഠിക്കും മോളെ ചെല്ലി. അമ്മേ തിന്നാൻ ചോറുണ്ടാ? ഇവളെടുത്ത് ഇതാക്കി ചോറ് ചേർത്തിട്ട് അരച്ചിട്ടുണ്ട്. ഇവളുടെ തോന്നിയ വാസങ്ങളാണ്. കള്ളൊക്കെ ഒഴിക്കണ്ടി അതിനകത്തേക്ക്. നമുക്കറിയില്ല എന്തൊക്കെയാണ്, കൊള്ളതാണോ ഇല്ലാത്തതാണോ. പിന്നെ എന്നിട്ട് വെള്ളയപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല. എന്റെ ഓപ്പ കുറച്ച് മയത്തിലല്ല തള്ളു. തള്ളിന് സമ്മാനം അല്ലേ? അപ്പൊ എന്താവട്ടെ, ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താ അത് പറഞ്ഞു ഓടിച്ചിട്ട് പച്ചരിയും ചോറും കള്ളും ലേശം വെള്ളവും കൂടി നല്ലോണം മിക്സിയിൽ അരച്ച്. ഈ കള്ള് കുടിക്കാൻ പറ്റുമോ? കള്ളിപ്പൊ കുടിക്കണ്ട, അത് വെള്ളയപ്പത്തിനുള്ള കള്ളേ ഉള്ളൂ. അതന്നെ ഞങ്ങള് ഷാജിയേട്ടനോട് വാങ്ങി വെച്ച കള്ളാണ് കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ അരക്കുക. അതെ, ഓപ്പയുടെ തള്ളൊന്നും നിങ്ങൾ ആരും കേക്കണ്ട കേട്ടോ. ഓപ്പ തള്ളവും ചെയ്യും, കുറ്റവും പറയും. എന്നിട്ടോ ഇതെല്ലാം കഴിക്കുകയും ചെയ്യും. ആദ്യം കഴിക്കൽ ഓപ്പയായിരിക്കും. നാളെ കാണണ്ടായിരുന്നു. ഞാനിത് അരച്ചു വെക്കട്ടെ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാനുള്ള മനസ്സെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിക്ക് അരച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറയട്ടെ, നിക്ക് അരച്ചത് ഇത് കള്ളപ്പത്തിനല്ല, ഇത് വെള്ളയപ്പത്തിനല്ല, കള്ളപ്പത്തിനാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. വെള്ളയപ്പം അല്ല നിക്ക് ഉണ്ടാക്കുന്നത്, കള്ളപ്പം. നല്ല മഴ ഒന്ന് കാണിച്ചു കൊടുത്ത എന്നിട്ട് നാളെ രാവിലെ കാണാം. നല്ല മഴയും ഇടിയൊക്കെ കിടക്കുന്നുണ്ട്. അത് മഴക്കാലമാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇത് ഇന്നത്തെ വ്ളോഗല്ല, നാളത്തെ വ്ളോഗാണ്. അപ്പൊ നമുക്ക് നാളെ രാവിലെയാണ് നിക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി പോകുന്നത്. ഈ കള്ളപ്പൻ ചുടുന്നതല്ല നിക്ക് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്ന സംഭവം കേട്ടോ. വേറൊരു സംഭവം ഉണ്ടല്ലേ നിക്ക്? ചോറില്ല മോനെ, ചോറ് അരച്ചായി ഇന്ന് പട്ടിണിയാ. അപ്പൊ നാളത്തെ നിങ്ങളുടെ പരീക്ഷണം വേറെ അല്ലേ, സംഭവം വേറെ അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കടയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടിയാ രാവിലെ ആക്കി തരും. അതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് തരുമല്ലോ. എന്റെ പരീക്ഷണത്തിനുള്ള സാധന സാമഗ്രികളെല്ലാം ഇവിടെ എത്തിയിരിക്കും. ഞാൻ മഴ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഞാൻ മഴ കാണിക്കാൻ വേണ്ടി നോക്കുമ്പോ
വീഡിയോ കാണാനില്ല മഴ, പക്ഷെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടെ കാണിക്കും മഴ ആർക്കറിയാം. നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടാ? ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മഴകളൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പുതുമഴയായി വന്നു നീ പ്രണയമിതേ. അതാരാമേ പോകുന്ന ടോർച്ചൊക്കെ അടിച്ചിട്ടില്ലേ? എന്നാ പിന്നെ ഇനി ഇത് ഓഫാക്കട്ടെ, രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. മോക്കൊന്നും സ്കൂളില്ല. അമ്മേന്റെ ഇന്നലത്തെ വീരവർത്താനം എല്ലാം കേട്ടിട്ട് അമ്മേന്റെ സ്പെഷ്യല് വെറൈറ്റി സാധനം ഇന്ന് രാവിലെ അങ്ങനെ ഇങ്ങനെ ചക്ക മാങ്ങാന്നെല്ലാം പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. വെറൈറ്റി എന്താണ് പ്രിപ്പയർ ചെയ്ത സംഭവം എന്താണെന്ന് കാണിച്ചു കൊടുക്കല്ലായിരിക്കും. കള്ളപ്പവും പിന്നെ അതിന്റെ വെള്ളയപ്പവും അതിന്റെ കൂടെയുള്ള ആ ഒരു കറിയാണ് സ്പെഷ്യൽ എന്നാ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. സ്പെഷ്യൽ കറി ഇതായിരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട്, കാണിച്ചത്. ഇതാണ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത നികിയുടെ സ്പെഷ്യൽ. ഇതെന്താണെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇത് അപ്പൊ ഇന്നലെ രാത്രി മറ്റേ എന്നാത് വെള്ളയപ്പോ സ്പെഷ്യലെല്ലാം കൂട്ടി കഴിക്കാന്നെല്ലാം പറഞ്ഞു. നേരത്തെ ഒന്നും പ്ലാൻ ചെയ്ത് വെക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യങ്ങളും അപ്പാപ്പ വന്നു ചേരുന്നതാണ്. വല്ലാത്ത ഭാഗ്യമായി. പച്ചവെള്ളത്തില് പഞ്ചസാര ഇട്ടതായി പോയി ഗൈസ്. എന്താ ചെയ്യേണ്ടത്? പച്ചവെള്ളല്ലാതെ അത് ഞാൻ എന്റെ മറ്റേ ചോപ്പറിനെ കൊണ്ട് വലിച്ചാണ് ആ തേങ്ങാപ്പാൽ അങ്ങനെ പിഴിഞ്ഞെടുത്തത്. തേങ്ങാപ്പാലാണ്. ചതിച്ചതാര്? തേങ്ങാപ്പാലും അതന്നെ. കറണ്ട് പോയി ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ അരച്ചു വെച്ചതേ ഓർമ്മയുള്ളൂ. മഴയുണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി മഴയാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് വലിയ സന്തോഷിച്ചില്ലേ? മഴയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മഴ നമ്മള് കിടന്നു കഴിഞ്ഞപ്പോ പണി തന്നു. അപ്പോഴേക്കന്നെ കറണ്ട് പോയി. മഴ അത് കഴിഞ്ഞിട്ട് നമ്മള് കിടന്ന ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ കറണ്ട് അങ്ങ് പോയി. അപ്പൊ നിക്ക് പറഞ്ഞു കറണ്ട്, ഞാൻ പറഞ്ഞു ഏയ് പേടിക്കാനില്ല, ഇപ്പൊ വരും. 10 മണി 11 മണി 12 മണി ഇങ്ങനെ രാവിലെ 9 മണിയായിട്ടും കറണ്ട് വന്നിട്ടില്ല. അതല്ലാന്ന് വെളുപ്പിന് നോക്കുമ്പോ ഇൻവെർട്ടർ ഓഫ് ആയേക്കണം. പിന്നെ എന്നാലും ഒരു വെളിച്ചമെങ്കിലും കാണാമായിരുന്നല്ലോ നമുക്ക്. വല്ല അതുപോലും ഇല്ലാണ്ടായി, ഇരുട്ടത്താണ്. പിന്നെ രാവിലെ എങ്ങനെ വ്ളോഗ് എടുക്കാനാ, ഇവിടെ എങ്ങനെ ഇത് കറി ഉണ്ടാക്കാനാ, ഒന്നും നടന്നില്ല. സംഭവം എല്ലാം മറ്റേ വെള്ളത്തിലിട്ട വര പോലെയായി. വേറെന്താ പറയാൻ വന്നത്? വെള്ളത്തിലിട്ട വര പോലെയായി എന്നും പറയണ്ട. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ പാതി വഴിയിലൊരു പാമ്പ് പടമെടുത്ത് ചീറ്റി നിന്ന നിന്റെ ചെയ്യും ഞാനിത്. അതെ, നമ്മളിത് ചെയ്യും. അതെ, അടുത്തൊരു വ്ളോഗില് നമ്മൾ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിക്കും. ഇനിയിപ്പോ വെള്ളയപ്പത്തിന് അരക്കേണ്ടതൊന്നും ആർക്കും കാണിച്ചാറുണ്ടല്ലോ. അതെ, അതെല്ലാം തലേദിവസം കണ്ടല്ലോ. അരച്ചെല്ലാം വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മുതൽ വ്ളോഗ് തുടങ്ങും. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇന്ദ്രു രാവിലെ തന്നെ ചായ എല്ലാം കുടിച്ച് സ്കൂളിൽ പോയി. അച്ഛനോട് പോയി. അച്ഛന്റെ ചങ്ങായിക്ക് അച്ഛനും ശ്രീധരനച്ഛനൊക്കെ കൂടി എന്റെ വീട്ടിൽ ഇപ്പത്തെ വീട് എന്തോ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്. നിലം ഫ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അല്ല കോൺക്രീറ്റ് ചെയ്യുന്നല്ല നിലം, അത് തന്നെ നിലം കോൺക്രീറ്റ് ചെയ്യുന്നു. ടൈലിന് നിലം എന്തോ എന്റെ അമ്മ എന്തോ പറഞ്ഞ് ഞാൻ അതിനോടൊപ്പം പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും എനിക്ക് പിന്നെ ഈ വെള്ളയപ്പത്തിന് ഈ തേങ്ങാപ്പാൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിക്കും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇനി മൊഞ്ചനായിട്ട് എങ്ങോട്ടേക്കാ ഇത് കണ്ട മറ്റേ പത്രാസുകാരൻ വാച്ചെല്ലാം കെട്ടി നല്ല അടിപൊളി ആയിട്ടല്ലാന്ന് സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഉറക്കിണീട്ടിട്ട് അപ്പൊ തന്നെ വേഗം പോയിട്ട് കുളിച്ചിട്ടൊന്നുമില്ല, പല്ലെല്ലാം തേച്ച് വേഗം മാറ്റി വന്നു. ഇനി വണ്ടിയില്ലേ നമ്മുടെ കാറിന് സർവീസായി 70,000 കിലോമീറ്ററിന്റെ സർവീസ്, 70,000 കിലോമീറ്റർ ഓടിച്ചു നമ്മള് ആ വണ്ടി. അപ്പൊ അതിന്റെ 70,000 കിലോമീറ്റർ സർവീസാ. ഷോറൂം മഹേന്ദ്രന്റെ ഷോറൂമിൽ കൊണ്ട് കൊടുക്കണം, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത് രാവിലത്തെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്പെഷ്യലൊക്കെ എടുത്തതിന് ശേഷം പോവാന്നുണ്ടായത്. എപ്പോഴും എന്റെ ഒപ്പം ഇന്നിപ്പോ ഞാൻ ഇന്നിപ്പോ ഒറ്റക്ക് പോകണമല്ലോ, എനിക്ക് മടി കറണ്ട് ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വരുന്ന വഴിക്ക് എന്താ ഫുഡും വാങ്ങിട്ട് ഇങ്ങോട്ട് വരാം. കറണ്ട് ഇല്ലല്ലോ.
ഗൈസ് ഓപ്പ എന്നെ കൂട്ടുന്നില്ല ഗൈസ്. ഞാൻ കുറെ പറഞ്ഞു ഞാൻ വരാന്ന്. എന്റെ ഓഫർ നീ വരണ്ട, നീ ഇവിടെ പണിയെല്ലാം നോക്ക്, ഞാൻ വേഗം കൊടുത്തിട്ട് വരാന്ന്. അത് ഉഗ്ഗുള്ളതാ ചൊറയായത്. ഇത് ഇല്ലെങ്കിൽ ഓപ്പ എന്നെയും കൂട്ടിട്ട് പോയേനെ. കച്ചറ ഉച്ചറയായി കിടക്കുന്നു. അപ്പൊ എന്നാ പിന്നെ ഞാനും വണ്ടിയും പോയിട്ട് വരാം. ഞങ്ങൾ രണ്ടാളും പോയിട്ട് വരാം. നീ അവിടെ ഞാൻ വരോപ്പേ. ഇങ്ങനെ എവിടെയെങ്കിലും ഭർത്താക്കന്മാര് പോവാൻ നേരത്ത് കരഞ്ഞ കാലടിച്ച് മെഴുകി കൂടെ വരുന്ന ഭാര്യമാരുണ്ട. മറ്റേ ഇതിലെ ഹരിശ്രേശോകനെ ആക്കിട്ട് പോകുന്ന ഷട്ടറും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി ഹൈലേസാന്ന് പറഞ്ഞ ഞാൻ പോയി. ശരിക്കും പറഞ്ഞ ദുഗ്ഗുനെ കൂട്ടിക്കൂടായിരുന്നോ? ആ മോള് വന്നാ മതിയായിരുന്നു. അച്ഛറ പച്ചക്കൊരു കമ്പനി ആയിരുന്നു. അതന്നെ വേണ്ട, എക്സാം ആണ് നാളെ ഇരുന്ന് പഠിക്കും. അതേ അമ്മനെ കൂട്ടാക്കാൻ അമ്മേനെ കൂട്ടിക്കോ കമ്പനി. എന്നിട്ട് ഞാനവിടെ മറ്റേ വാർത്തക്ക് ഊരാനായിട്ട് നടന്ന് മറ്റേ ബസ്സിലെല്ലാം കേറി ഒരു 5 ബസ്സെല്ലാം മാറി കയറണം സർവീസ് സ്റ്റേഷനിലേക്ക്. 9 എനിക്കത് സമയം കളയാൻ സമയമില്ല. പോട്ടെ, വണ്ടിയോടെ കൃത്യം 10 മണിക്ക് എത്താൻ വേണ്ടി. ഇവ വീഡിയോന്റെ താഴെ കമന്റ് എല്ലാവരും വരും. നികിയ കൂട്ടായിരുന്നു സജി. ഞാൻ കല്യാണത്തിന് അല്ലെങ്കിൽ ടൂർ പോയെന്നല്ല, ഈ വണ്ടി സർവീസിന് കൊടുക്കാനാ പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ എല്ലാവരും പറയും പാവ അമ്മേനെ കൂട്ടായിരുന്നു. അതെ, അത് കണ്ട ഇപ്പൊ എന്തെല്ലാം നടക്കുന്നേ. ഇപ്പൊ വയനാട്ടിൽ ഒരു അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കും ചായ കൊടുക്കാനിട്ട്. അതും ചായ കൊടുക്കാഞ്ഞിട്ട്. അമ്മേ കാലം പോണ പോക്കെ. നമ്മള് വെറുതെ പണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ കൊറേ അമ്മായിയമ്മ മരുമോളെ നമ്മൾ കലത്തിനടിയും പരിപാടിയൊക്കെ. ഇതെല്ലാം സത്യം പറഞ്ഞ ഓരോ വീടുകളിൽ ഉണ്ട്. അന്ന് എല്ലാരും ചോദിക്കാം, അന്ന് ആർക്കും ചോദിക്കണ്ട ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാന്നൊക്കെ. ഇതിനപ്പുറം ഉണ്ട്. ഇപ്പൊ ചായയുടെ പേരിൽ വെട്ടി വരെ കൊല്ലുന്നു. എന്താ ചെയ്യാ? അതിന്റെ കഥ അടുത്ത വീട്ടിൽ ആരോ ഫോൺ വിളിക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന്റെ പ്രശ്നത്തെ പറഞ്ഞിട്ട്. ഞാൻ പോട്ടെ, സമയം എന്തായാലും. അപ്പൊ പോയിട്ട് വരാം ഗൈസ്, പോയി വന്നിട്ട് കാണാം. ഓക്കെ, ഞാനപ്പോൾ നമ്മുടെ മഹേന്ദ്രന്റെ ഷോറൂമിലാണ് ഉള്ളത്. വണ്ടി എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു. ഇവിടെ വന്നാൽ പിന്നെ നമ്മുടെ ഒരു ഗുണം വെച്ചാൽ നമ്മൾ അറിയുന്നവരാണ് എല്ലാവരും. നല്ല അതുകൊണ്ട് മാത്രമല്ല സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തു തരുകയും ചെയ്യും. വീർ മഹേന്ദ്രയിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി അവരോട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തതിന് ശേഷം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒന്ന് എഴുതിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഓപ്പ സർവീസ് സെന്ററിൽ പോയത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പൊ ഓപ്പ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്താ കറി ആക്കുക, അച്ഛനും ഇല്ലല്ലോ, എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിക്കാന്നെല്ലാം വിചാരിച്ചു. കറണ്ടും ഇല്ല, എന്തൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാനെല്ലാം വിചാരിച്ച് നിന്നപ്പോഴുണ്ട് പ്രതീക്ഷിക്കാണ്ട് കറണ്ട് വന്നിട്ട്. അപ്പൊ പിന്നെ വിചാരിച്ച എന്തായാലും വിചാരിച്ച കറി തന്നെ ആക്കാന്ന്. ഇന്നലെ പിള്ളേരെ സ്കേറ്റിങ്ങിന് കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ അവിടുന്ന് കുറച്ച് മാങ്ങ പെരക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചപ്പിക്കൂടിയ മാങ്ങ. അത് ഞാൻ പെരക്കി കൊണ്ടുവന്നത് തന്നെ മാമ്പഴ പുളിശ്ശേരി ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഓപ്പ പോയിട്ടല്ലേ ഉള്ളത്, ഓപ്പ വരുമ്പോഴേക്ക് ഒരു ചെറിയ മാമ്പഴ പുളിശ്ശേരി എല്ലാം എന്തെങ്കിലും ആക്കാന്നെല്ലാം വിചാരിച്ചു. അപ്പൊ അത് ചെറിയ രീതിയിലൊന്ന് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അമ്മ അവിടുന്ന് തേങ്ങ ഒലിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ വെള്ളയപ്പവും തേങ്ങാപ്പാലും കൂടി കഴിക്കുന്നു കേട്ടാ. ഒരു വെള്ളയപ്പം എടുത്തിട്ടുള്ളൂ. എനിക്ക് തേങ്ങാപ്പാൽ വലിയ ഇഷ്ടമല്ല വെള്ളയപ്പത്തിന്, എന്തെങ്കിലും കറിയാ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ദുഗ്ഗുവിനോട്, ദുഗ്ഗു അമ്മ മാമ്പഴ പുളിശ്ശേരി ആക്കുന്ന വീഡിയോ എടുത്ത് തരണം, അച്ഛൻ വരുമ്പോഴേക്കും നമുക്ക് കറിയെല്ലാം വെക്കാം, ഒരു വ്ളോഗ് എടുക്കാം അച്ഛയില്ലാണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാലാന്നെല്ലാം പറഞ്ഞു. അപ്പൊ ദുഗ്ഗു വീഡിയോ എടുത്തരാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്തായാലും വാ മാമ്പഴ പുളിശ്ശേരി ആക്കുന്നത് കാണാം. അപ്പോഴേക്കും ഞാനിത് ആദ്യം ചായ കുടിക്കട്ടെ കേട്ടാ, ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ആക്കാം. മാമ്പഴ പുളിശ്ശേരി ആക്കാൻ വേണ്ടി പോവേന്ന്. അപ്പൊ ഇങ്ങനെ ഇത് ഓരോന്ന് കാണിക്കുമ്പോ ഇങ്ങനെ അടുത്തോട്ട് വരണം കേട്ടാ. ഓക്കെ, നോക്കട്ടെ. മൊത്തത്തിൽ കാണുന്ന തലേന്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് വെക്കണം കേട്ടാ, അധികം പൊന്തിക്കാൻ വേണ്ട. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരി ആക്കാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു, പാത്രം കഴുകാനുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരു വൃത്തി വേണ്ടേ. അപ്പൊ എല്ലായിടത്തും ഒന്ന് ക്ലീൻ എല്ലാം ചെയ്ത് തേങ്ങയെല്ലാം ചിരണ്ടി അമ്മ തേങ്ങ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. അപ്പൊ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതാ നല്ല മാങ്ങയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നലെ പിള്ളേരെ സ്കേറ്റിങ്ങിന് പോയപ്പോ പെറുക്കി കൊണ്ടുവന്നതാണ്. അന്നേരം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു മാങ്ങ. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നപ്പോ കുറെ മാങ്ങ വീണ്. അപ്പൊ അതെല്ലാം പെറുക്കി എടുത്തിട്ട് വന്ന് അപ്പൊ നമുക്ക് നല്ല മാമ്പഴ പുളിശ്ശേരി വെക്കാം. അപ്പോഴിതാ തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങേനെ നന്നാക്കി എടുക്കാം. കഴുകി വെച്ച മാങ്ങയാണ് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് തൊലിയെല്ലാം ഒലിച്ചെടുക്കട്ടെ. അപ്പോഴിതാ
എൻ്റെ അടുക്കളയെല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ അരച്ചപ്പോൾ വീണ്ടും മിക്സീൻ്റെ ജാറെല്ലാം മിക്സി തെറിച്ചിട്ട് ഇവിടെയെല്ലാം വീണ്ടും അഴുക്കായി കേട്ടാ. വീണ്ടും അതെല്ലാം തുടച്ചിട്ട് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം. എല്ലാവർക്കും അറിയുകയെല്ലാം ചെയ്യും, എന്നാലും എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഇല്ല. ഞാൻ ഒരു തവണയേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും കൂടി കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ കിട്ടിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം കൂടി ഒരിക്കലും കൂടി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ വീട്ടിൽ മാങ്ങയുണ്ട് കേട്ടാ. അത് പക്ഷേ ആയിട്ടില്ല, പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വെക്കും. അപ്പം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം മാങ്ങയെല്ലാം ഞാനൊന്ന് വേഗം വൃത്തിയാക്കി എടുക്കട്ട്. അമ്മ അവിടെ നിന്ന് അലക്കയില്ല കേട്ടാ. അമ്മ ആ കറുത്ത ചട്ടി ഇതാക്കിയതാ, പുതിയ ചട്ടി. ആ പുതിയ ചട്ടി ഇല്ലേ, അത് അടുപ്പത്ത് വെക്കട്ടെ. അപ്പൊ നമുക്ക് പുതിയ ചട്ടിയിൽ വെക്കാം. എവിടെ ചട്ടി? ഇതല്ലേ? ഇതമ്മ കരിയെല്ലാം അമ്മ കരിച്ച് മയക്കി ഇങ്ങനെ ഒരു വകയാക്കിയ ചട്ടിയാണ് കേട്ടാ. അപ്പൊ ഇതെടുത്ത് മാമ്പഴപ്പുളിശ്ശേരി വെക്കാം. മിക്കവാറും ഇല്ലേ ഞാൻ എടുത്ത വീഡിയോസ് ഒന്നും ഉണ്ടാവൂല കേട്ടാ. ചിലപ്പോ എല്ലാം ഓപ്പ ഡിലീറ്റ് ചെയ്ത് കളയും. ഓ പറയും എന്ത് നാടി ഇങ്ങനെ ലാഗാക്കിയത്, ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് വെച്ച് തീർക്കുന്നല്ലാണ്ട് ലാഗാക്കി ചളാക്കി ഇതെല്ലാം വേണമെങ്കിൽ പറഞ്ഞിട്ട് ചിലപ്പോ ഈ വീഡിയോ ഒന്നും ഇടലുണ്ടാവൂല. എന്നാലും ഞാൻ വെക്കുന്നത് വീഡിയോ എടുക്കാം, കണ്ടാ കണ്ട് എന്ന് പറയാ. അല്ലേ ദുഗു? എന്താ ദുഗു മുടിയെല്ലാം രീതി കെട്ടുന്നുണ്ട്. ആ തൈര് വാങ്ങിക്കാൻ വേണ്ടി പോണം. വേഗം പോയിട്ട് തൈര് വാങ്ങിയിട്ട് വാ. അല്ല നമ്മളെടുക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടാവൂല. അച്ഛനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ ഞാൻ എന്തായാലും മാങ്ങ വൃത്തിയാക്കി എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കേട്ടാ. ഒരു പാക്കറ്റ് തൈര്, ഒരു പാക്കറ്റ് ഉണക്കമുളക്. ഉണക്കമുളകിന് 12 റുപ്യ 10 റുപ്യാറ്റാണ്. തൈരിന് 20 എത്ര. ബാക്കി പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുക. ഓക്കെ. മുട്ടായി വാങ്ങിച്ചിട്ടൊക്കെ അടി കിട്ടും. പിന്നെയോ മുട്ടായി വാങ്ങിച്ച മുട്ടായിനെ വാങ്ങിക്കാതിരിക്കൂലല്ലോ അല്ലേ? എനിക്ക് വേണ്ട, എന്റെ മോന് വെച്ച അവിടെ ഒരെണ്ണം മാക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, നമുക്ക് നേരത്തെ പോയപ്പോ പറഞ്ഞൂടെ. അപ്പൊ മാങ്ങയെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാം. മാങ്ങയെല്ലാം ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി അരിഞ്ഞിടാം. പിന്നെ ഇതാ ഒരു ലേശം മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടാ. മുളക് പൊടി ഒരു ലേശം മതി. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് അടുപ്പത്തേക്ക് വെക്കട്ടെ. ഇത് അടച്ചു വെക്കാം. ടേസ്റ്റ് ഉണ്ടാവുക? ടേസ്റ്റ് എല്ലാം ഉണ്ടാവും. മാമ്പഴ പുളിശ്ശേരി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മീനൊന്നും ഇല്ല കേട്ടാ. മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി തൂക്ക് ചോറൊന്നുമില്ലേ? എരിവൊന്നും ഇല്ല. അത് ആ ഇട്ട മുളക് പൊടിയേ ഉള്ളൂ. ഇത് തിന്നുമ്പോ പറയത് എരിവ് എരിവ് എന്ന് പറയണ്ട, എരിവൊന്നും ഇല്ല. ഇന്നത്തെ വീഡിയോ ലാഗ് ആയിക്കുമല്ലോ ദുഗു. അമ്മ അറിയില്ല, വിളിച്ചിട്ടില്ല. പണ്ടച്ച ഷോപ്പിലെല്ലാം പോകുമ്പോ അങ്ങനെ വഴിയില്ലേ? അതുപോലെ ഉണ്ട്. എന്താ മാങ്ങയെല്ലാം നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് വേകട്ടെ. ഇനി നമുക്കില്ലേ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ടേക്ക് ഇടാം. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പഴുത്തതാണെങ്കിലും നല്ല പുളിയുണ്ട്.
ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ലേശം അടിച്ചിട്ട് വയ്ക്കാം. നല്ലോണം അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ അടിച്ചു വെച്ച തൈരും കൂടി അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളക്കണ്ട, ജസ്റ്റ് ചൂടായാൽ മതി. ടേസ്റ്റ് ഉണ്ടാവുമ്പോ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ആ മധുരം മാങ്ങക്ക് ഉണ്ട്, വേണമെങ്കിൽ നോക്കിയിട്ട് ലേശം ഇടാം. നമുക്കിതാ ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഉണക്കമുളക് ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ലേശം കടുക് താളിച്ചിടാം. ഇത് ശരിക്ക് വ്ളോഗാണോ അതോ കുക്കിംഗ് വീഡിയോ അറിയില്ല. മാമ്പഴം പുളിശ്ശേരി വെക്കുന്ന കുക്കിംഗ് വീഡിയോ പോലെയാണല്ലേ അമ്മ ചെയ്തിട്ടുള്ളത്. എന്തായാലും പറഞ്ഞില്ലേ ഓപ്പ ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ ഓളം ഉണ്ടാവും. വരാനായിട്ടില്ലേ? അച്ഛൻ വരാനൊന്നായിട്ടില്ല. അമ്മ ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞേ ഇതിങ്ങനെ നിൽക്കൂല, അച്ഛൻ അവിടെ വണ്ടി തിരക്കുണ്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആവും. ഇന്നെ കിട്ടുവാ വണ്ടി? ഇല്ല, വണ്ടി നാളെ കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. ഇതിങ്ങനെ നിൽക്കുള്ളൂ. ഇതിങ്ങനെ നിൽക്കട്ടെ അല്ലേ. കുറച്ചുകൂടി കടുകന്റെ എല്ലാവർക്കും അറിയാണ്ടുണ്ടോ? അമ്മയും മോളും കൂടി ഇത് ചാക്കിട്ടുണ്ടാടി മോളെ തിളച്ച വെളിച്ചെണ്ണയാണേ. എന്തിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്? ആ പാത്രത്തിൽ അങ്ങനെ നിൽക്കുള്ളൂ. കുറച്ച് വലുതാക്കണ്ടേ ആ പാത്രം? ഇതാണല്ലേ ഉലുവ. ഇതാണ് ഉലുവ കേട്ടാ. കല്ല് പോലെ ഉണ്ട്. ഉലുവ ഇട്ട് പുളിശ്ശേരി ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. കടുകും പൊട്ടി. ഇനി നമുക്കിതാ ഞങ്ങൾക്ക് പേടിയാ. ഇനിതാ നമുക്ക് ഇതെല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ടേ. നമ്മുടെ ചെറിയ സ്പൂൺ വെച്ചിട്ടേ അത് പിടിക്കണ്ട, മോള് തൊടണ്ടേ, കൈ കൊള്ളും. ഇതൊന്ന് നല്ലോണം പാടട്ടെ. ഇത് ഈ കറിയിലേക്ക് ഇടാലോ. ഇനി ഇത് ഇവിടെ പൊത്തി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കാം. അങ്ങനെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഉണക്ക് വറക്കണം. ഇവിടെ 2-3 പാത്രങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം കഴുകി വെക്കട്ടെ. എന്നിട്ട് ഉണക്കും കൂടി അമ്മ ഉണക്ക് വൃത്തിയാക്കുന്നുണ്ട്. അത് അച്ഛമ്മ ഉണക്ക് വൃത്തിയാക്കുന്ന, അതൊന്ന് പോയി കാണിക്കും. ക്യാമറമാൻ പുതിയ ആള്. ക്യാമറമാൻ അല്ല, ഞാൻ മാനല്ലല്ലോ. ക്യാമറ ഗേൾ, വുമൺ ആയിട്ടില്ലല്ലോ. ക്യാമറ ഗേൾ. ക്യാമറ ഗേൾ. സൂപ്പർ സൂപ്പറായിട്ട് നമ്മളെ നന്നാക്കി എടുക്കട്ടെ അല്ലേ. അപ്പോഴേക്ക് അമ്മ ഒന്ന് അടിച്ചെല്ലാം വാരട്ടെ. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു. ഓക്കെ. ഓ, കാണുമ്പോ തന്നെ നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. ചോറ് തിന്നാനിന്ന് നല്ല ആഗ്രഹമുണ്ട്. അമ്മ ഉണക്കും കൂടി വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് ഉണക്കും വറുത്ത് നമുക്ക് ചോറ് തരണം. അപ്പോഴേക്ക് ഞാനിതാ വീടെല്ലാം ഒന്ന് അടിച്ചു വാങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടക്കാൻ പോണു. അമ്മ തുടക്കാൻ വേണ്ടി പോയത് മോൾ അവിടെ പോയി ഇരിക്കും. ഞാൻ പഠിക്കാൻ പോയിട്ട്. മോള് പഠിക്കാൻ പോവാ, അമ്മ തുടക്കാൻ പോവാ. അമ്മ അടിച്ചു വാരിയപ്പോ കിട്ടിയത്. അങ്ങനെ അടിച്ചു വാരലും തുടക്കലെല്ലാം കഴിഞ്ഞ്
ഇനി ഇതാ അമ്മ വൃത്തിയാക്കി വെച്ച നത്തല്, ഉണക്ക് നത്തല് വറക്കണം. അത് വറക്കുന്നതും കൂടി കാണിക്കാം. അപ്പോഴേക്ക് ഓപ്പ വരും. വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തുടക്കലെല്ലാം കഴിഞ്ഞ് വീടെല്ലാം വൃത്തിയായി കിടക്കുന്നുണ്ട്. വീട് വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പക്ഷെ വെറുതെയാണ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും അഴുക്കാവും. തുടക്കലെല്ലാം കഴിഞ്ഞ് വീട് നല്ല അടിപൊളിയായി, ഫ്ലോറെല്ലാം നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് കാര്യമൊന്നുമില്ല, ഒരു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്ക് വീട് വൃത്തിയേടാവും. മോൾട്ടി ഭയങ്കര പഠിപ്പാന്നല്ല. പഠിക്ക്. ഞാനപ്പോഴേക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഉണക്ക നത്തലിനെ വറക്കാം. ആദ്യം തന്നെ ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരു കുഴിയൻ ചട്ടിയിൽ വറക്കുന്നതാണ് കേട്ടോ ഇത് നല്ലത്. പക്ഷെ എനിക്ക് കുഴിയൻ ചട്ടി ഇല്ല. കുഴിയൻ ചട്ടി ഒരു ചീനച്ചട്ടി ഉണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റൂല. ഓപ്പ അതിൽ വറുത്ത് കഴിഞ്ഞാൽ പറയും ഈ ചട്ടിയിലാണോ വറുത്തേന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ പാത്രം എടുത്തത് കേട്ടാ. ഇനി നമ്മൾ കഴുകി ഉണക്കാന്ന് കേട്ടോ. ഇത് സന്ദേശ് കൊണ്ടു തന്നതാണ്, കഴുകിയെല്ലാം ഉണക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിനി കഴുകുമൊന്നുമില്ല. ഇതാ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് ഉപ്പിടാത്ത ഉണക്കാണ് കേട്ടാ. അതുകൊണ്ട് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മൊരിഞ്ഞ ഉണക്കിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണക്ക് വറക്കല്. വേറെ രീതിയിലെല്ലാം അറിയുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലേ അല്ല വേറെ എല്ലാം പലരും പല രീതിയിലായിരിക്കും മോട്ടി വറക്കുക. എനിക്കറിയാം അല്ല ചിലവര് നല്ല അടിപൊളി വേറെ ടേസ്റ്റിലും എല്ലാം വറക്കും. ചിലപ്പോ കറിവേപ്പിലയും 3-4 ഉണക്കമുളകും ചതച്ച് വെച്ചതാണ് കേട്ടോ. ചതച്ച് വെച്ച ചെറിയ ഉള്ളിയാണ്. ഇത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടിട്ടെ. ഉള്ളി ഇതെല്ലാം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ടില്ലേ, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയോ? ഇത്രയേ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഒന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതാ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കിനെയും കൂടി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കാം കേട്ടോ. ഇനിതാ നല്ലോണം ഇളക്കി അങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അച്ഛ വന്നിട്ട് കാണാം അല്ലേ ദുഗു? ഇനി വ്ലോഗ് വലിച്ചു നീട്ടുന്നില്ല. ഇതാ മാമ്പഴപ്പുളിശ്ശേരിയും ആയിരുന്നു, ഉണക്ക് വറുത്തതും ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞാൻ എടുത്ത വീഡിയോ എന്താവുന്നൊന്നും എനിക്ക് ദുഗു എടുത്ത് തന്നെ ഞാൻ നിന്ന് കുക്കിംഗ് വീഡിയോ ചെയ്തത് എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഓപ്പില്ലാണ്ട് എനിക്ക് ഒരു ശരിയാവില്ല കേട്ടോ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഓപ്പ് ഇങ്ങനെ ക്യാമറയുടെ ബാക്കിൽ നിന്ന് നിന്നിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ മുന്നിൽ നിന്നിട്ട് അതിന് ബദൽ ഇങ്ങനെ സംസാരിച്ചാണ് ഇതുവരെ വ്ളോഗ് എടുത്ത് ശീലിച്ചത്. അതുകൊണ്ട് ഒറ്റക്ക് എടുക്കാൻ വലിയ ഇതില്ല. പിന്നെ അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിയെല്ലാം ഒന്ന് കാണിച്ച് ഓപ്പില്ലാത്ത ഒരു ദിവസം വെറുതെ ഒന്ന് എടുത്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എന്തായാലും ഇനി ഓപ്പ വന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. അച്ഛ വരുന്നത് നമുക്ക് നോക്കിയാടി ഇരിക്കാം. അങ്ങനെ വണ്ടി നമ്മുടെ ഷോറൂമിൽ സർവീസിന് കൊടുത്ത് ഇതാ ബസ്സിൽ കയറി നമ്മുടെ കാക്കത്തിരുത്തി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്ന് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഗിന് ഞാനിപ്പോൾ ഫോൺ ചെയ്ത് സ്കൂട്ടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കുമ്പോൾ സ്കൂട്ടി എടുത്ത് അച്ഛൻ പോയിട്ടാവുള്ളത്. അതുകൊണ്ട് സ്കൂട്ടിയില്ല, കുറച്ച് ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വണ്ടിക്ക് ചെറിയ 1-2 കംപ്ലയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നാളേക്കേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാ നമ്മുടെ എന്താ റോഡ് സൈഡിലുള്ള മാങ്ങ മരത്തിൽ മാങ്ങയുണ്ട്. 2 മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ച 2 മാങ്ങ പറിച്ചു ഗൈസ്. അത് മേന്ന് മാങ്ങ ഉണ്ട് കേട്ടോ, പക്ഷെ എല്ലാവരും പറിക്കട്ടെ, എല്ലാവർക്കും വേണ്ടേ. നമ്മൾ 2 മാങ്ങ പറിച്ചിട്ടുണ്ട്.
ഞാൻ ക്യാമറ അപ്പൊ അമ്മ എന്നെ കണ്ടിട്ടില്ല ഇവിടുന്ന്. ഇല്ല മക്കളത് ഞാനല്ല ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് നിന്നെ വിളിക്കാന്ന് വിചാരിച്ചിട്ട് വന്നയാന്ന്. അച്ഛനെ പേടിപ്പിച്ച അമ്മ. എപ്പോഴും അമ്മയല്ലേ അമ്മേനല്ലേ പേടിപ്പിക്കല്. അപ്പൊ ഞാന് അപ്പൊ ആ ഓട്ടോ ഒക്കെ വന്നത് അല്ല ആ ഓട്ടോ കണ്ടപ്പോ ഞാൻ വേഗം വന്ന് ഇവിടെ വന്ന് മടങ്ങി നിന്നേ. അപ്പൊ ആ ഓട്ടോ അവിടെ വളക്കുന്നെല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതിൽ ഓപ്പയുണ്ട്. എന്താ പറയാ ഞാനില്ല ഇങ്ങനെ നോക്കുമ്പില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ക്യാമറന്റെ ഒരു സ്റ്റിക്കർ ഇരിക്കുന്ന അവിടെ അമ്മേന്റെ മാക്സിന്റെ ഉണ്ട്. അപ്പൊ ഞാൻ വെച്ച് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു വന്ന ആ മൈൻഡിൽ നിക്കായിരുന്നു. പെട്ടെന്ന് വിളിച്ച് ആടി ഞാൻ ഞെട്ടിപ്പോയി. പാല് വന്നിട്ട് പാല് പാല് അയ്യോ ഇത് ഓഫാക്കട്ടെ. ഇതൊന്ന് ഓഫാക്കട്ടെ. എന്താ പോട്ടെ ശബ്ദം മാങ്ങിന്നാ അച്ഛ പറിച്ച അവിടെ താഴെ രണ്ടെണ്ണം കണ്ടപ്പോ ഓപ്പേടി ഇല്ലാത്തതില് വിഷമിച്ച് നിൽക്കുമ്പോ ഇവിടെ വന്ന് ഞാൻ വൃത്തിയാക്കി ഇട്ടോട്ട് ഞാൻ അപ്പൊ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പൊ വെറുതെയാണ് വൃത്തിയാക്കി ഇടുന്നത്. ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഞാനപ്പൊ ഇവിടെ വൃത്തിയാക്കുന്ന കൈ കഴുകിയിട്ട് പിന്നെ ഇങ്ങനെ കൈ കഴുകിയിട്ട് കൊടുന്നില്ല. കൈ കഴുകിയിട്ട് അത് തുടച്ചതിന് ശേഷമാണ് അല്ല നീ എന്നിട്ട് എന്താക്കിയ വ്ളോഗെല്ലാം എടുത്തിട്ടുണ്ട്. ആ ഫോണിലുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇട്, ഇല്ലെങ്കിലും അപ്പൊ അതങ്ങ് മൊത്തത്തില് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. ഇതാ നല്ല മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പിറക്കിട്ട് വന്ന മാങ്ങ മോനെ നല്ല വിശപ്പുണ്ട് എനിക്ക്. എന്റെ മോൻ ഇത് കണ്ടിട്ട് കൊതിയായിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു തരി വെള്ളം പോലും കുടിക്കാണ്ടാ പിന്നെന്താ കട്ടെ നല്ല ഉണക്ക് സ്വർഗം. പിന്നെ വേറെ എന്ത് വേണം? ചോറ് ഒരുപാട് തിന്നോന്നുള്ള ടെൻഷനാണ്. പിന്നെ നിന്റമ്മ ചേച്ചി അയില വറുത്തത് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. നമുക്കിത് മതി. ബിന്ദമ്മയുടെ അയില വറുത്തത് ഇന്ന് വേണ്ട, പിന്നെ വാങ്ങാം. അപ്പൊ വാ നമുക്ക് ചോറ് കഴിക്കാൻ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഒപ്പം ഇല്ലാത്തോണ്ട് വ്ളോഗ് പിന്നെ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് ഞാൻ എന്തെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു രസം തോന്നിയിട്ടില്ല വ്ളോഗ്. അത് അങ്ങനെ നിനക്ക് ശീലിച്ചോണ്ട് ഞാൻ ഈ വളവള പറയല് നിർത്തിയിട്ട് നീ തന്നെ വ്ളോഗ് ഒന്നുമില്ല. അത് വെറുതെ തോന്നിയാണ്. ഞാൻ ഈ വളവള ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നും നീ എന്തെങ്കിലും പറ. ഞാൻ ഈ പറഞ്ഞിട്ട് ബോറടിക്കുന്ന പോലെ എനിക്ക് തോന്നല്. അതുകൊണ്ട് ഞാൻ ഇല്ലാണ്ട് നീ വ്ളോഗ് എടുത്തിട്ട് എങ്ങനെ നോക്കട്ടെ. പിന്നെ എന്തായാലും ചോറ് കഴിക്കട്ടെ. നമുക്കൊന്നും പറയാൻ തോന്നുന്നില്ല. പിന്നെ നമ്മള് സർവീസ് സെന്ററിൽ പോയപ്പില്ലേ ഒരു ഒരു ഉമ്മയും മോളും ഉണ്ടായിരുന്നു അവിടെ. ഒരു വണ്ടി സർവീസിനോട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഞാൻ നിന്നോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞ് ഞങ്ങള് കൊറേ നേരം വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരുന്ന്. കുഞ്ഞു കൊച്ചു ഉണ്ടായിരുന്നു 6 മാസം പ്രായം. അതെ ഓക്കെ ഗൈസ്. അപ്പൊ കുറച്ച് മാമ്പഴ പുളിശ്ശേരി അങ്ങ് എടുക്കുക, അങ്ങ് ഒഴിക്കുക, അങ്ങ് കഴിക്കുക. ഇതെന്നെ സംഭവം. ഞാൻ നോക്കട്ടെ, കഴിച്ചോക്കട്ടെ. കഴിച്ചു നോക്കിയ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ഇങ്ങനെ ഞെരട്ടി എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ഉരുള വായു വെച്ചാ അതന്നെ. അച്ഛ കഴിക്കുന്നവരെ നമുക്ക് കാത്തുക്കാനൊന്നും കഴിക്കണം. അടിപൊളിയല്ലേ? ഉണക്ക് വറുത്തതും അടിപൊളി. അപ്പൊ എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്തൂടെ? തീർക്കട്ടെ. അതെ അല്ലേ, നമ്മൾ ഈ വ്ളോഗ് എപ്പോഴും നോൺ വെജ് അല്ലേ? എന്നാലും ഒരു നോൺ വെജ് ഉണ്ട്. അല്ല അങ്ങനെയല്ല, എല്ലാരും ചോദിക്കും നിങ്ങൾ വേറെ പച്ചക്കറികളൊന്നും ആക്കലില്ലേ കഴിക്കലുണ്ട്. ഇന്നിതാ പച്ചക്കറി വെച്ച് ഒരു മാമ്പഴ പുളിശ്ശേരി ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പച്ചക്കറികള്. മോൾട്ടി മാമ്പഴ പുളിശ്ശേരി എന്തുണ്ട്? ഉണക്ക് വേണ്ട മോക്ക്? ആയാലും ഞാനും കൂടി ചോറ് കഴിക്കട്ടെ. കണ്ണാടിയിൽ എന്നെ കാണുന്നില്ലേ? അതെ, ഇതിന്റെ വൃത്തികേടുകളെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. വ്ളോഗ് വൈൻഡപ്പ് അടിച്ച് ടാറ്റ ടാറ്റ ബൈ. മോൾട്ടി
ചേട്ടാ ഇന്തോട്ടിന് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാ ഉള്ളത്. അമ്മ സിനിമ കണ്ടോണ്ട് ചോറ് കഴിക്കുന്നു. അമ്മ ഓക്കെ ഒരു ടാറ്റ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ.